അപ്പോൾ നമ്മൾ ടെൻസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ 6 തീർത്തു പറഞ്ഞാൽ പറഞ്ഞു കഴിച്ചു തീർത്തു. ഇനി നമുക്ക് സ്കൂൾ ക്ലാസ് പോലെയല്ല, കുറേ പഴയ ക്വസ്റ്റ്യൻസ് ഈ ഓൺലൈനിലാവുമ്പം കുറച്ചൊരു 10-12 ചോദ്യം ഇടുന്നു ചെയ്യലും, പിന്നെ ബാക്കി നമുക്ക് ക്ലാസ്സുകൾ പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കാം, അവിടെ വെച്ചിട്ടും ചെയ്യണം. അപ്പോൾ ആദ്യം അതിൻ്റെ ഘടനയും അതിൻ്റെ ഇതൊക്കെ ഇരുന്ന് മനസ്സിലാക്കുക. ഇതാണ് 6. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടില്ല, ഓരോന്നിനും ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഫോം പണ്ടേ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ ഇങ്ങനെയാണ് ഓരോ ടെൻസറും വാചക എഴുതൽ. അതിൻ്റെ യൂസാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ടൈമിംഗ് വേർഡ്സൊക്കെ പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റിൽ പറഞ്ഞ പാസ്റ്റ് കണ്ടിന്യൂസിൽ നിങ്ങൾ കണ്ടു, ടൈമിംഗ് വേർഡ്സ് ഒന്നുമില്ല. അതായത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാരായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കണ്ടിട്ടില്ലേ, ഇവർ നീണ്ട സെൻറ്റൻസ് വെന്നും വയിലുള്ള ഞാനുണ്ട് ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ടില്ലേ, അതിൻ്റെ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് തന്ന് മറ്റേ ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി അത് ചിലപ്പോൾ എനിക്ക് പറയാൻ വിട്ടുമെങ്കിലോ വിചാരിച്ചിട്ടാണ്. അത് നേരെ തിരിഞ്ഞും വരുവേ. ഒരു ഭാഗം ചിലപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ തരും, എന്നിട്ട് മറ്റേ ഭാഗം വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് എഴുതണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാ രാജു വാസ് reading a book when I dash his home yesterday. ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക് നിങ്ങൾ, ഞാൻ ഓപ്ഷൻ തരുന്നില്ല. ഇതാ ഇവിടെയാണ് ബ്ലാങ്ക് വിട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. വലിയൊരു വാചകമാണ്, ലോങ് സെൻറ്റൻസാണ് ഇത്. അതിൻ്റെ ഏകദേശം ഈ ഭാഗത്ത് ബ്ലാങ്ക് തന്നിന് വിട്ട ഭാഗം. അവിടെ ഒരു വെന്നും കാണാം. അപ്പോൾ വെന്നെന്ന വാക്ക് 2 വ്യത്യസ്ത വാചകങ്ങളെ ഘടിപ്പിച്ചൊരു വാക്കായത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പച്ചയായി പറഞ്ഞാൽ വെന്നിൻ്റെ മുമ്പിലൊരു ഭാഗവും വെന്നിന് ശേഷം ഒരു ഭാഗവും ഉണ്ട്. അപ്പോൾ 2 വ്യത്യസ്ത സെൻറ്റൻസിനെ വെൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യ ഭാഗമാണ് ഇത്, മറ്റേത് 2ാം ഭാഗമാണെന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധിയായില്ലേ. അവിടെ 2ാം ഭാഗത്താണ് ബ്ലാങ്ക് തന്നത്, വിട്ട ഭാഗം. അവിടെ ഈ യെസ്റ്റർഡേ ഇല്ലാന്ന് വിചാരിക്കും, യെസ്റ്റർഡേൻ്റെ ആവശ്യമൊന്നുമില്ല. നോക്ക്, 2ാം ഭാഗത്താണ് വിട്ട ഭാഗം. ആ 2ാം ഭാഗത്ത് ഏത് ആൻസർ എഴുതണം എന്നുള്ളതിന് അവിടെ ഒരു ക്ലൂവും തന്നിട്ടില്ല. അതാ ഐ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വിട്ട ഭാഗം. ഐ എന്ന കർത്താവിന് ഞാൻ തരാൻ പോകുന്ന 4 ഓപ്ഷൻ ഞാൻ നിങ്ങൾ വേണം ശ്രദ്ധിച്ചോ, ആ 4ഉം സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഐ ഒരു പ്രൊനൗണാണ്, സർവനാമാണ്. അതിനേത് ഞാൻ തരുന്ന 4 ഓപ്ഷനും സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഐ ഒരു ക്ലൂ അല്ല. പിന്നെ ഹിസ് ഹോം, അവൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലൂ അല്ല. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ആൻസർ ഏത് എഴുതണം എന്നുള്ളതിന് ഒരു ക്ലൂവും ഒരു ഹിൻറ്റും ഒരു സൂചനയും അവർ ചോദ്യകർത്താവ് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അറിവ് ഉപയോഗിക്കുക. സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ നോക്കാം. രാജുവാണ് വാസ് റീഡിങ് എന്ന പ്രവൃത്തി ചെയ്തത്. അപ്പോൾ രാജു ഫസ്റ്റ് ഭാഗത്തെ സബ്ജക്റ്റാണ്, കർത്താവ്. രാജു ചെയ്ത ആക്ഷനാണ്, പ്രവൃത്തിയാണ് വാസ് റീഡിങ്. വാസ് ചേർത്തിട്ട് ING വർബ്. സബ്ജക്റ്റിൻ്റെ കൂടെ വാസോ വേറോ ചേർത്തിട്ട് ING വർബ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. വെന്നിന് ശേഷമുള്ള സെക്കൻഡ് പാർട്ട് ഏത് എന്നല്ലേ ചോദ്യം ചോദിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് കോമ്പിനേഷൻ. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും കൂട്ടുകെട്ടായിട്ട് വരുവാം. അപ്പോൾ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ മറ്റേ ഭാഗം സിമ്പിൾ പാസ്റ്റ്, നേരെ തിരിച്ചിട്ടും ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മറ്റേ ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഓപ്ഷൻ അവർ തരുന്നത് എ ഗോ, ബി ഗോസ്, സി വെൻറ്റ്, ഡി ഹാഡ് ഗോൺ. ഇതിലേക്ക് ആൻസർ പോലെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ്, അപ്പോൾ മറ്റേ ഭാഗം സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആവണമെങ്കിൽ V2 വർബ്, പാസ്റ്റ് വർബ് ഓപ്ഷനിൽ ഏതാണോ അത് എഴുതണം. ഇത് രണ്ടും പ്രസൻറ്റ് വർബാണ്. ഇത് എഴുതിയാൽ സിമ്പിൾ പ്രസൻ്റ് ആവല്.
ഇതെഴുതിയാലാണ് സിമ്പിൾ പാസ്റ്റ് ആവല്. അപ്പോൾ വെൻ്റാണ് ശരി. ഇതെഴുതിയാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, എനിക്ക് എടുക്കാൻ്റെ അത്രേ, അതൊന്നും ഇവിടെ വരൂല. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആവണം. അപ്പോൾ അത് ഐൻ്റെ കൂടെ വെൻ്റ്, ഐ കഴിഞ്ഞിട്ട് ഇവിടെ വിട്ട ഭാഗത്ത് വെൻ്റ് എഴുതിയാലാണ് അത് സിമ്പിൾ പാസ്റ്റ് ആവല്. നമ്പർ 7, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കണമെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് അറിയുന്നവർക്ക് എളുപ്പമായി. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്നെടുത്തത്. വർത്തമാനകാലമാകുന്ന ഇപ്പോഴ് നാം ഒരു പ്രവൃത്തി ഇവിടെ തന്നെ അങ്ങ് ചെയ്ത് തീർത്തുവെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുക. ഞാനിപ്പോഴവനെ കണ്ടു, കുറച്ച് മുമ്പേ അയാൾ ഇവിടെ വന്നിരുന്നു, കുറച്ച് മുമ്പേ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ വർത്തമാനകാലമാണ്, പ്രസൻറ്റ് ടെൻസാണ്. അപ്പം ചെയ്ത് തീർത്ത പ്രവൃത്തിയാണ് കണ്ടു, വന്നു എന്നൊക്കെ. അങ്ങനെയുള്ള സെൻറ്റൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പറയൽ. അതിൽ വാചകം എഴുതുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസോ ഹാവോ എഴുതിയിട്ട് വെർബിൻ്റെ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതിൻ്റെ സമയവാക്കുകൾ നമ്മൾ ബൈഹാർട്ട് പഠിച്ചു. ഓർമ്മയുണ്ടെങ്കിൽ പറ. ജസ്റ്റ്, ജസ്റ്റ് നൗ, ടിൽ, അൺടിൽ, ടിൽ നൗ, ഓൾറെഡി, സോ ഫാർ, റീസെൻ്റ്ലി, ലേറ്റ്ലി, എറ്റ്, എവർ, നെവർ, ദിസ് പ്ലസ് ടൈം, ദിസ് ഇയർ, ദിസ് മന്ത് എന്നെല്ലാം പറഞ്ഞ പോലത്തെ. ഇതൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് നേരത്തെ കണ്ടത്. ആ അറിവ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് കടക്കുക. ഇനി എടുക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അർത്ഥം കൊണ്ടെന്താണെന്ന് നോക്കാല. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം. പെർഫെക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രാവിലെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ, അതായത് കംപ്ലീറ്റ്, പൂർത്തിയാക്കൽ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ പൂർത്തിയാക്കിയ കാര്യം. അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. ഭൂതകാലം എന്ന് പറഞ്ഞാൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യം എന്നാണ്. പിന്നെ ആടെ ഒരു പൂർത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ പറയുന്നതിൽ ഒരു അഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഴത്തിലേക്ക് പോകാല. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഭൂതകാലത്തിൽ പൂർത്തിയാക്കിയത് എന്നല്ല, ഭൂതകാലത്തിൽ ആദ്യം പൂർത്തിയാക്കിയത്. ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഈ ഭൂതകാലമില്ല, ഇന്നലെയും മിനിയാന്നൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ സമയമല്ലേ അത്. അവിടെ നമ്മൾ പല പ്രവൃത്തികളും ആദ്യം ചെയ്തിട്ടുണ്ടാവും, ഫസ്റ്റ് ആക്ഷനായിട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് ശേഷം അതേ ആൾ തന്നെ കുറേ പ്രവൃത്തി ഭൂതകാലത്തിൽ പിന്നീട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഈ ആദ്യം ചെയ്ത ആക്ഷനാണ് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് പറയേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാല. ഞാൻ ഇന്നലെ അവിടെ പോയി, ശേഷം തിരിച്ചു വന്നു. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, ശേഷം നല്ല മണം ഒഴിവായിക്കോ. ഞാൻ ഇന്നലെ അവിടെ പോയി എന്നിട്ട് തിരിച്ചു വന്നു. അപ്പം ഇന്നലെയല്ലേ രണ്ട് പ്രവൃത്തി ചെയ്തത്? ഒന്ന് അവിടെ പോയി, അതിനുശേഷം തിരിച്ചു വന്നു. ഇതിലേതാ ആദ്യം ചെയ്തത്? പോയി, ശേഷമല്ലേ തിരിച്ചു വന്നിനി. അപ്പോൾ പോയി എന്നുള്ളത് ആദ്യം ചെയ്തത്. ഇംഗ്ലീഷിലാണ് ഈ വാചകം നിങ്ങൾക്ക് അവതരിപ്പിക്കേണ്ടതെങ്കിൽ, എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ, ഞാൻ ഇന്നലെ അവിടെ പോയി എന്നുള്ള ഭാഗം ഈ ടെൻസിലും, ശേഷം തിരിച്ചു വന്നു എന്നുള്ള ഭാഗം സിമ്പിൾ പാസ്റ്റിലും പറയണം. ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് ടെൻസിൽ ഏതാണോ ദാറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിനുശേഷം നിങ്ങൾ ഒരു പ്രവൃത്തിയല്ല കുറേ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. The first action in past tense is to be expressed in past perfect tense. Second or later action is to be expressed in simple past tense എന്നാണ് അവർ എഴുതി വെച്ചത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് വാചകം എഴുതുക എന്നുള്ള അതിൻ്റെ ഘടനാരൂപം എങ്ങനെയാണെന്ന് പഠിക്കുകയും, സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആരാണോ അതിനുശേഷം ഹാഡ് എന്ന ഓക്സിലറി വെർബ് എഴുതണം. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസും ഹാവും എഴുതിനി, ഇവിടെ ഹാസും ഹാവും പറ്റൂല, ഹാഡ്. എന്നിട്ട് എഴുതുന്ന വെർബ് V3 ആവണം. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ്. ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് എന്ന സഹായക ക്രിയയ്ക്ക് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വാചകമായി.
നോക്കേ, മനു ഹാഡ് സീൻ ഹിസ് ഫാദർ. മനു പ്രവൃത്തി ചെയ്ത ആള്, സബ്ജക്റ്റ് ഇതാ. ഹാഡ് ഇതാ, എഴുതുന്ന വർബ് സീ ആണ്, അതിൻ്റെ V3 ഫോമാണ് സീൻ. സീ, സോ, സീൻ. അപ്പോൾ വർബ് ഹാഡ് സീൻ, സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡും V3യും. ഇതാ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എക്സ്പ്രസ് ചെയ്യുമ്പം അതിലെ സബ്ജക്റ്റിന് ശേഷം ഹാഡ് എഴുതിയിട്ട് വർബിൻ്റെ V3 ഫോം. ഇതിന് അർത്ഥം എന്താ? മനു അവൻ്റെ അച്ഛനെ കണ്ടിരുന്നു. അപ്പം മനു സോ ഹിസ് ഫാദർ എന്ന് എഴുതിയാലോ? ഇതിപ്പോൾ സിമ്പിൾ പാസ്റ്റാണ്. നോക്കിയേ, മനുവിന് ശേഷം, മനു എന്ന സബ്ജക്റ്റിന് ശേഷം സോ, V2 വർബാണ്. സീൻ്റെ പാസ്റ്റല്ലേ V2, സീൻ്റെ പാസ്റ്റല്ലേ സോ, സി V1, സോ V2. ഇതിനർത്ഥം മനു അവൻ്റെ അച്ഛനെ കണ്ടു. ഇതിൻ്റെ അർത്ഥവും മനു അവൻ്റെ അച്ഛനെ കണ്ടു. വ്യത്യാസം എന്താ? ഇത് മനു അവൻ്റെ അച്ഛനെ കണ്ടു എന്നുള്ള അർത്ഥമേയുള്ളൂ. ഇത് മനു അവൻ്റെ അച്ഛനെ കണ്ടു, അതിന് ശേഷം വേറെന്തോ ചെയ്തിട്ടുണ്ടാവും, അതാണ് പരാമർശിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അച്ഛനെ കണ്ടു എന്ന് തന്നെ അർത്ഥം, പക്ഷെ ഇത് ഫസ്റ്റ് ആക്ഷനാണ്. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭൂതകാലത്തിലെ ഫസ്റ്റ് ആക്ഷനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഈ ടെൻസ് സാധാരണ ഇങ്ങനെ സിംഗിൾ സെൻറ്റൻസിൽ, ഈ ഒറ്റപ്പെട്ട വാചകങ്ങളിൽ അധികം ഉപയോഗിക്കാറില്ല. അത് അവിടെയൊക്കെ നമ്മളിത് പറഞ്ഞാൽ മതി. ഭൂതകാലത്തിൽ ഞാനൊരു കാര്യം ചെയ്തു എന്ന് പറയാൻ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം അതേ കക്ഷി, നിങ്ങൾ ആരാണോ സബ്ജക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അതേ കക്ഷി വേറൊരു പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് ശേഷം കുറേ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പറയേണ്ട ഘട്ടത്തിലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചോളൂ. മനസ്സിലായില്ലേ? ഒരു അധ്യാപകൻ ഒരു അതിൽ ചോദ്യം ഇടൽ എന്നുള്ളതാണ്, ഒരു ക്വസ്റ്റ്യൻ കുട്ടിക്ക് പിന്നെ കൊടുക്കൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനു മുമ്പേ വന്ന ഏത് സ്കൂൾ പരീക്ഷയായാലും കോളേജ് തല പരീക്ഷയായാലും PSC ആയാലും ഏത് ബാങ്ക് എക്സാം ആയാലും ഏതായാലും ഇതിൽ നിന്ന് അവർ ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. കണ്ടോ, അതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ വേണം കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് പറയാനൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസിലെ ഏർലിയർ ആക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ഷനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കൽ. ആദ്യം നടന്ന പ്രവൃത്തി, ഫസ്റ്റ് ആക്ഷൻ, ഏർലിയർ, പ്രഥമ പ്രവൃത്തിയെ കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കൽ. അതിന് ശേഷം അതേ കക്ഷി കുറേ ആക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഉപയോഗിക്കാറെന്ന് വേണം പറയാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പെയർ, PAIR, പെയർ, കപ്പിൾ എന്നെല്ലാം പറയില്ല, ജോഡി, കൂട്ടുകെട്ട്. സിമ്പിൾ പാസ്റ്റിൻ്റെ കൂട്ടുകെട്ട്, കൂച്ചും കൂച്ചുമായിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കൽ. കൺഫ്യൂഷൻ വന്നില്ലേ? കുറച്ച് മുമ്പേ എന്താ പഠിച്ചത്? സിമ്പിൾ പാസ്റ്റിൻ്റെ കോമ്പിനേഷൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നാണ് പഠിച്ചത്. വാസും വേറും ING വർബുള്ളത്. അതേ നാം തന്നെ ഇപ്പോൾ പഠിക്കുകയാണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡി പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കൺഫ്യൂഷൻ്റെ പ്രശ്നമില്ല. സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡി പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ, നേരത്തെ പഠിച്ചത് തന്നെ, നേരത്തെ 6ാമത്തെ പഠിച്ച തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ. എന്നാൽ സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡിയായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കുന്നു ചോദിച്ചാൽ ചില പ്രത്യേകതരം സെൻറ്റൻസിന് മാത്രം. ഏത് തരം എന്നറിയോ? ഒരു നീണ്ട സെൻറ്റൻസ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പം അതിൻ്റെ ഒരു ഭാഗം, അല്ല, നീണ്ട സെൻറ്റൻസിന് 2 ഭാഗമുണ്ട് എന്ന് വിചാരിക്കുക, 2 3 4 അത്രയും 2-ലധികം എന്ന് പറയാം. ഒരു ലോങ് സെൻറ്റൻസ് തരുന്നത് അതിൽ 2 or more പാർട്സ് ഉണ്ട് എന്ന് വിചാരിക്കുക, 2 അതിൽ കൂടുതലോ ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം നമുക്ക് വായിക്കുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയായിട്ട് തോന്നുന്നു, അതിന് ശേഷം നടന്നതാണ് ബാക്കിയെല്ലാം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നടന്ന ആക്ഷൻ എപ്പോഴും ഇതിൽ പറയുക പാസ്റ്റ് പെർഫെക്റ്റിൽ എന്ന് പറഞ്ഞാൽ ഹാഡ് ചേർത്തിട്ട് V3 വർബ് പറയുക. മറ്റതൊക്കെ സിമ്പിൾ പാസ്റ്റിലും പറയുക. ടെൻസ് ഞാൻ എടുക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലിരുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞെന്ന ഉദാഹരണ വാചകം തന്നെ ഞാനത് എവിടെയും പറയുകയും കേട്ടോ. ഞാനൊരു മലയാളത്തിലൊരു വാചകം പറയാം, എല്ലാവർക്കും മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കുക. ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ
ബസ് നേരത്തെ പോയി, അതുകൊണ്ട് എനിക്ക് റിക്ഷയിൽ തിരിച്ചു വരേണ്ടി വന്നു, റിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഒന്നും കൂടി, ഇന്നലെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അല്ല ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ബസ് നേരത്തെ പോയി, അതുകൊണ്ട് എനിക്ക് റിക്ഷയിൽ മടങ്ങേണ്ടി വന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഞാൻ എന്ന കക്ഷി, അതായത് കർത്താവ്, 3 പ്രവൃത്തിയാണ് ചെയ്തത്. ഒന്ന്, ഇന്നലെ ബസ് സ്റ്റാൻഡിലെത്തി. മറ്റൊന്ന്, ബസ്സപ്പോൾ നേരത്തെ പോയി, ബസ് ചെയ്ത പ്രവൃത്തിയാണ് നേരത്തെ പോയി, ബസ്സാ കർത്താവ്, നേരത്തെ പോയി. അതിനുശേഷം ഞാൻ റിക്ഷയിൽ മടങ്ങി, ഞാനെന്ന കക്ഷി ചെയ്ത അടുത്ത പ്രവൃത്തി റിക്ഷയിൽ മടങ്ങി, റിക്ഷയിൽ തിരിച്ചു വന്നു മടങ്ങി പറഞ്ഞാൽ. ഇത്രയും വലിയൊരു വാചകമാണ് ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞത്, നീണ്ട വാചകല്ലേ. ഇതിപ്പോൾ ഇംഗ്ലീഷിൽ പറയേണ്ട ഒരവസ്ഥ വന്നു. ഒന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ നിയമം അവിടെ പ്രയോഗിച്ചൂടെ നോക്കിയേ. ഇപ്പം പറഞ്ഞ ഈ നീണ്ട വാചകത്തിൻ്റെ 3 ഭാഗമില്ലേ? ഒന്ന്, ഇന്നലെ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി, ബസ് നേരത്തെ പോയി, ഞാൻ റിക്ഷയിൽ മടങ്ങി വന്നു. ഇതിലേതാദ്യം നടന്നത്? ഇന്നലെ ബസ് സ്റ്റാൻഡിലെത്തിയതാണോ? അല്ല ബസ് നേരത്തെ പോയി എന്നുള്ളതാണോ? അല്ല റിക്ഷയിൽ മടങ്ങി എന്നുള്ളതാണോ? ആലോചിച്ച് നോക്ക്. ബസ് നേരത്തെ പോലല്ലേ ആദ്യം നടന്നിനി, അതിനുശേഷമല്ലേ ബസ് സ്റ്റാൻഡിലെത്തിനി, അതുകൊണ്ടല്ലേ റിക്ഷയിൽ മടങ്ങേണ്ടി വന്നിനി. അപ്പോൾ ആ ബസ് നേരത്തെ പോയി എന്നുള്ള ഭാഗം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ ഭാഗം ഇന്നലെ ചെയ്തതല്ലേ, ഇന്നലെ ഭൂതകാലത്തിലെ ആദ്യം നടന്ന പ്രവൃത്തിയല്ലേ, ആ ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുക എന്ന് പറഞ്ഞാൽ ഹാഡ് ചേർത്തിട്ട് V3 വെർബ് പറയുക. മറ്റത് രണ്ടും അതിന് ശേഷം നടന്നതാണ്. ഏത്? ഇന്നലെ ബസ് സ്റ്റാൻഡിൽ എത്തിയതും അതുപോലെ റിക്ഷയിൽ മടങ്ങി വന്നതും ഒക്കെ അതിന് ശേഷം നടന്ന ലേറ്റർ ആക്ഷൻസ് ആണ്. അതെല്ലാം സിമ്പിൾ പാസ്റ്റിലും പറയുക. ഇതാ പറഞ്ഞു നോക്കി, ഞാൻ ആ സെൻറ്റൻസ് ബോർഡിൽ എഴുതാലോ. വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് എസ്റ്റർഡേ, ബസ് സ്റ്റോപ്പോ ബസ് സ്റ്റാൻഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, എസ്റ്റർഡേ എഴുതുമ്പോൾ ഞാൻ എത്ര ശ്രദ്ധിച്ചു നോക്കി. എസ്റ്റർഡേയിൽ ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിലെത്തി. ഇതാ ഐ കഴിഞ്ഞവാണ് ഞാൻ റീച്ചല്ലായതിന്, റീച്ചസ് അല്ലായതിന് റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ V2 സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഇത് എഴുതിയിട്ട്. ഇനി അടുത്തത്, വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് എസ്റ്റർഡേ, ദ ബസ് ഹാഡ് ലെഫ്റ്റ് ഓൾറെഡി. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരിക. ഓൾറെഡി വരുമ്പം മാഷല്ലേ പറഞ്ഞ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്ന്. ഓൾറെഡി വരുമ്പം പ്രസൻറ്റ് ടെൻസിലെ വാചകമാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഓൾറെഡി പറഞ്ഞാൽ നേരത്തെ എന്നാണ്. ഇവിടെ ഇപ്പം ഭൂതകാല വാചകമാണ് മൊത്തം. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റിനെയാണ് ഇത് വരുവാന്ന്. ഓൾറെഡി ഞാൻ നേരത്തെ, ഇത്രയും അർത്ഥം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സമയവാക്കാന്ന് അവകാശപ്പെട്ടുള്ള. ഇത് ഇംഗ്ലീഷിലൊരു വാക്കല്ലേ, ഒരു വിശേഷണ വാക്ക്, ഒരു ടൈമിംഗ് വേർഡല്ലേ. അതിപ്പോൾ ഇവിടെ എന്തർത്ഥത്തിലാണ് വന്നതിന് നോക്ക്. ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ, വെന്നിൻ്റെ അർത്ഥം അപ്പോൾ, ദ ബസ് ഹാഡ് ലെഫ്റ്റ് ഓൾറെഡി, ബസ് നേരത്തെ പോയിരുന്നു. എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയേ. ദ ബസ് എന്ന സബ്ജക്റ്റിന് ശേഷം, ബസ്സല്ലേ പ്രവൃത്തി ചെയ്തിനി, അതല്ലേ സബ്ജക്റ്റ്, അതിന് ശേഷം നോക്കിയേ പോയിരുന്നു. ഇത് ആദ്യം ചെയ്ത പ്രവൃത്തിയാണ്. ഞാനിതാ പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ പറഞ്ഞിട്ട് ഹാഡ് ചേർത്തിട്ട് പോയി എന്ന് പറയാൻ ലീവ് ലെഫ്റ്റ്, ലീവിൻ്റെ V3 ആയ ലെഫ്റ്റ്, ലീവ് ലെഫ്റ്റ്, ലെഫ്റ്റ്, ഇതാ ഹാഡ് ലെഫ്റ്റ് എന്ന് എഴുതിയിട്ട്. സോ അതുകൊണ്ട് ഐ കെയിം ബൈ റിക്ഷ, അതുകൊണ്ട് ഞാൻ റിക്ഷയിൽ മടങ്ങി അല്ല വന്നു. ആ ഭാഗം ഞാൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടോ, ഐ കഴിഞ്ഞിട്ട് കെയിം, കമ്മല്ല കംസല്ല, കെയിം. ഏത്? സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റിൻ്റെ കൂടെ V2. അപ്പോൾ നോക്കിയേ, ഒരു നീണ്ട സെൻറ്റൻസിൻ്റെ ഈ നടുക്കുള്ള ഈ ഭാഗമാണ് ആദ്യം നടന്നത്. അതുകൊണ്ട് അത് ഞാൻ പാസ്റ്റ് പെർഫെക്റ്റിൽ ഇതാ ഹാഡും V3 ആക്കിയിട്ട് എഴുതി. മറ്റേത് രണ്ടും അതിന് ശേഷം നടന്ന ഭാഗമാണിതാ, ഇതും അതുപോലെ ഇതും. അത് രണ്ടും ഞാൻ സിമ്പിൾ പാസ്റ്റിൽ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ആസ് ദ പെയർ ഓഫ് സിമ്പിൾ പാസ്റ്റ്.
മറ്റേതുമായിട്ട് കൺഫ്യൂഷൻ ആവില്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റിൻ്റെ പേര്, അത് ശരി തന്നെ. എന്നാൽ ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ കേസിൽ, ഏതാ സ്പെഷ്യൽ കേസ്? ഒരു വാചകത്തിൻ്റെ ഒരു ഭാഗം ആദ്യം നടന്നതും മറ്റേ ഭാഗം അതിന് ശേഷം നടന്നതുമാണെങ്കിൽ ആദ്യം നടന്ന ഭാഗം അത് ഇതുപോലെ പാസ്റ്റ് പെർഫെക്റ്റിലും ശേഷം നടന്ന ഭാഗം സിമ്പിൾ പാസ്റ്റിലും. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡിയായിട്ട് എനിക്ക് പാസ്റ്റ് കണ്ടിന്യൂസിനെ കൊണ്ടുവരാൻ പറ്റൂല, പാസ്റ്റ് പെർഫെക്റ്റിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനത്തെ കേസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസ് എവിടെയാണ്? സിമ്പിൾ പാസ്റ്റിൻ്റെ പെയറായിട്ടാണ് ഇത് ഉപയോഗിക്കൽ. ഏത് കേസിൽ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എക്സ്പ്രസസ് ദ ഫസ്റ്റ് ആക്ഷൻ. ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആദ്യ പ്രവൃത്തിയെ, ഭൂതകാലത്തിലെ ആദ്യം നടന്ന പ്രവൃത്തിയെ അവതരിപ്പിക്കും. പിന്നെ ലേറ്റർ ആൻഡ് സെക്കൻഡ് ആൻഡ് ലേറ്റർ ആക്ഷൻ അല്ലേ, രണ്ടാമതും അതിന് ശേഷം നടന്നുപോയ പ്രവൃത്തിയെല്ലാം സിമ്പിൾ പാസ്റ്റിലും. ദ ഫസ്റ്റ് ആക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ദ സെക്കൻഡ് ഓർ ലേറ്റർ ആക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇതാണ് ഇതിൻ്റെ യൂസ്. PSC വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ശ്രദ്ധിച്ചോ. രാജൻ ഡാഷ് SSLC ലാസ്റ്റ് ഇയർ ആൻഡ് joined for higher studies. രാജൻ ഡാഷ് SSLC എഴുതുന്നവർ എഴുതുക. രാജൻ ഡാഷ് SSLC ലാസ്റ്റ് ഇയർ ആൻഡ് ജോയിൻഡ് JOINED ഫോർ ഹയർ സ്റ്റഡീസ്. വിട്ടവാകുക. അതിന് മുമ്പിലൊരു രാജനുണ്ട്, വിട്ടഭാഗത്തിന് ശേഷം ഒരു SLC ഉണ്ട്, പിന്നെ ലാസ്റ്റ് ഇയറും ഉണ്ട്. ഇപ്പോൾ ക്ലൂ ഇല്ലാണ്ടില്ല. ലാസ്റ്റ് ഇയർ എന്ന ഭൂതകാല സമയം, കഴിഞ്ഞ വർഷം എന്നുള്ള ഇതിന് മലയാളം, അങ്ങനെയുള്ളൊരു ഭൂതകാല സമയം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വിട്ടഭാഗം തന്നിന് ഭൂതകാല സമയം തരുമ്പോൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് എഴുതണം എന്നാണ് ഞാൻ സിമ്പിൾ പാസ്റ്റിൻ്റെ യൂസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത്. ലാസ്റ്റ് ഇയർ, എസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ, ബിഫോർ, ഏർലിയർ എന്നെല്ലാം വരുമ്പോൾ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശരിക്കും സിമ്പിൾ പാസ്റ്റാണ് വരിക. പക്ഷെ നോക്കാലോ, ആൻഡ് കണ്ടോ, ആൻഡ് എന്ന വാക്ക് എന്താ ചെയ്തത്? രണ്ട് വ്യത്യസ്ത വാചകത്തെ കണക്ട് ചെയ്തു, ഒരു കൺജങ്ഷൻ്റെ സേവനം ചെയ്യുകയെന്ന് ആൻഡ്. അപ്പോൾ ആൻഡ് നടുക്ക് നിന്നിട്ട് ഒരു ഭാഗം മുമ്പിലും ഒരു ഭാഗം പുറകിലും. ആ പിറകിലുള്ള ഭാഗത്ത് ആൻഡ് കഴിഞ്ഞ വാർഡ് ജോയിൻഡ്, ഇതല്ലേ വെർബ്. രാജൻ തന്നെയല്ലേ ആദ്യം പ്രവർത്തി ചെയ്ത ആൾ. അപ്പോൾ സബ്ജക്റ്റായിട്ട് ഇവിടെ രാജനുണ്ട്, അത് തന്നിട്ടില്ല എന്നേ ഇല്ലൂ. പക്ഷെ വെർബ് ഏതാ? ജോയിൻഡ്. ജോയിൻ എന്നതിൻ്റെ V2 പാസ്റ്റ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് സിമ്പിൾ പാസ്റ്റിലാ തന്നിനി. രാജനിടെ ഉണ്ട്, രാജൻ കഴിഞ്ഞിട്ട് ജോയിൻഡ്, സിമ്പിൾ പാസ്റ്റിലാ തന്നിനി. അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചത്, ഞാനൊരു നീണ്ട വാചകത്തിൻ്റെ ഒരു ഭാഗം നിനക്ക് സിമ്പിൾ പാസ്റ്റ് തന്നാൽ അതിൻ്റെ ജോഡി നീ എഴുതും. സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് സാധാരണഗതിയിൽ. എന്നാൽ ആദ്യം നടന്ന പ്രവൃത്തിയാണെന്നുള്ള പരാമർശം ആ ഭാഗത്തിന് വേണമെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതിക്കൂടാ, പാസ്റ്റ് പെർഫെക്റ്റ് എഴുതണം. ഹാഡും V3 എഴുതണം. ഇനി ഓപ്ഷൻ നോക്കി. A പാസ്ഡ്, B ഹാഡ് പാസ്ഡ്, C ഹാസ് പാസ്ഡ്, D പാസസ്. പാസ്ഡ് ഉണ്ട്, ഹാഡ് പാസ്ഡ് ഉണ്ട്, ഹാസ് പാസ്ഡ് ഉണ്ട്, പാസസ് ഉണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് തന്നിട്ടേ ഇല്ല, വാസ് പാസിംഗ് ഒന്നും തന്നിട്ടേ ഇല്ല, ഒന്നും തരുകയും ചെയ്യില്ല. അത് വൃത്തികേടല്ലേ പറയുമ്പോൾ തന്നെ എന്ത് ഓറായത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ശരിക്കും ലാസ്റ്റ് ഇയർ എന്ന് ഇവിടെ തന്നതുകൊണ്ട് ശരിക്കും സിമ്പിൾ പാസ്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്, പാസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ റൂള് പ്രകാരമാണെങ്കിൽ. പക്ഷേ ഇത് കോമ്പിനേഷൻ ക്വസ്റ്റ്യനാണെന്ന് ഓർമ്മിക്കണം. ഇതാ അപ്പം നമ്മളെ റൂളും മാറുന്നു. ഏറ്റവും ഭൂതകാല സമയം തന്നാൽ ശരിക്കും സിമ്പിൾ പാസ്റ്റ് എഴുതേണ്ടത്, പാസ്റ്റ് തന്നെ എഴുതേണ്ടത്. അങ്ങനെയുള്ള വാദങ്ങളൊന്നും കൊണ്ടൊന്നുകൂടാ. ഇത് ഭാഷയല്ലേ, മേസൊന്നുമല്ലല്ലോ. അപ്പം ലാസ്റ്റ് ഇയർ ഇവിടെ തന്നതുകൊണ്ട് ശരിക്കും ഇവിടെ പാസ്ഡാണ് വേണ്ടത്. പക്ഷേ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ അല്ലേ ഇത്, രണ്ട് ഭാഗങ്ങളെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ റൂള് മാറി. അപ്പം എന്താ നിയമം? ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് തന്നിട്ടുണ്ട്, മറ്റേ ഭാഗം ആദ്യം നടന്നതാണോ എന്ന് വായിച്ചു നോക്കി. രാജൻ കഴിഞ്ഞ വർഷം SSLC പാസ്സായി. ഇതാ പാസ്ഡ് പറഞ്ഞാൽ പാസ്സായി എന്നല്ലേ.
എന്നിട്ട് ഹയർ സ്റ്റഡീസിന്, ഉയർന്ന വിദ്യാഭ്യാസത്തിന് ചേർന്നു. ജോയിൻ്റ് പറഞ്ഞാൽ ചേർന്നു. പാസ്സായതിന് ശേഷമല്ലേ ചേരല്. അപ്പോൾ പാസ്സാവലല്ലേ ആദ്യം ചെയ്ത ആക്ഷൻ, ഫസ്റ്റ് ആക്ഷൻ അതല്ലേ. മറ്റേത് സെക്കൻഡ് ആക്ഷനല്ലേ. സെക്കൻഡ് ആക്ഷൻ ഇതല്ലേ സിമ്പിൾ പാസ്റ്റ് തന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ പിന്നെ ഏലെന്ന് ചോദിച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റിൽ. അതെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ ഹാഡിൻ്റെ കൂടെ V3. അപ്പോൾ ഹാഡ് പാസ്ഡ് എന്ന ഈ ബി എന്ന ഓപ്ഷനാണ് ശരി ഉത്തരം. അത് കർപ്പിച്ചവർക്ക് ഒരു റാങ്കായി. അറിയാതെ പോലും കൈമാറി ഹാസിലേക്കൊന്നും പോലെ ഇങ്ങനെ എന്തെങ്കിലും അശ്രദ്ധയിലും കാണിക്കുന്ന കുട്ടികൾ അവർ ശ്രദ്ധിക്കുക. ഇതാണ് ഒരു വർഷത്തെ PSC ക്വസ്റ്റ്യൻ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ വേറൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹരി വേണമെങ്കിൽ മിസ്റ്റർ ഹരി. നമ്മൾ പറയുമ്പോൾ ഹരി, ഇംഗ്ലീഷുകാരൻ നല്ല ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കില്ല, അവൻ്റെ ഭാഷയിൽ ഇത്. മിസ്റ്റർ ഹരി ഡാഷ് ദ ഡോർ ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ്. നിങ്ങൾ ക്വസ്റ്റ്യനെ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കി. ഓപ്ഷൻസ് നോക്കല്ല, ഓപ്ഷൻ തന്നിട്ടേ ഇല്ല, ഞാൻ എന്തായാലും നോക്കരുത്. ആൻഡ് ഇതാ അതിൻ്റെ മുന്നിലൊരു ഭാഗം, അവിടെ ബ്ലാങ്കും തന്നിന്, വിട്ടഭാഗവും തന്നിന്, മുന്നിലുള്ള ഭാഗത്ത് തന്നു. ആൻഡിന് ശേഷമുള്ള ഭാഗം ഇതാ. ആടെ സബ്ജക്റ്റിനെ കാണുന്നില്ല, അതാരെന്നെ നമുക്കറിയാം, ഹരി തന്നെ. രണ്ടാമത് ആദ്യം മിസ്റ്റർ ഹരി എന്ന് എഴുതുമ്പോൾ ബോറായതുകൊണ്ടല്ലേ എഴുതാതിരുന്നത്. ആ മിസ്റ്റർ ഹരിയുടെ ചെയ്ത പ്രവൃത്തി വെൻറ്റ്. വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോ അല്ലെങ്കിൽ ഗോസ് എന്നതിൻ്റെ പാസ്റ്റല്ലേ, V2 അല്ലേ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സിമ്പിൾ പാസ്റ്റിലല്ലേ. ഏതുപോലെ ഇവിടെ ജോയിൻ്റ് എന്നത് സിമ്പിൾ പാസ്റ്റിലല്ലേ. അപ്പോൾ ഒരു വലിയ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റിൽ ഇതാ ഇതുപോലെ ഇടിയും തന്നു. എന്നിട്ട് ചോദ്യകർത്താവ് ചോദിക്കുന്നത് അതിൻ്റെ ജോഡിയായ ഭാഗം, അതിൻ്റെ കോമ്പിനേഷനായ ഭാഗം നീ ഏതും. സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡി ശരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എഴുതേണ്ടത്, വാസോ വേറോ ചേർത്തിട്ട് ING വർബ എഴുതേണ്ടത്. പക്ഷെ ഫസ്റ്റ് ആക്ഷനായിട്ട് ആദ്യം നടന്ന പ്രവൃത്തിയായിട്ട് പല പരാമർശം അതിനുണ്ടെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല എഴുതേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് എഴുതേണ്ടത്. ഹാഡ് ചേർത്തിട്ട് V3 വർബാണ്. ഓപ്ഷനിന് ശ്രദ്ധിക്ക്. A ലോക്ക്ഡ്, B ഹാസ് ലോക്ക്ഡ്, D ഹാഡ് ലോക്ക്ഡ്, D ഞാൻ തന്നിട്ടില്ല, C മതി. ഇപ്പം D എന്നതിന് വേണമെങ്കിൽ ലോക്സ്, ഇനി D തരാതിൻ്റെ മാനസിക വിഷമം വേണ്ടതാണ്. ലോക്സ്. A എന്നുള്ളത് ലോക്ക്ഡ്, B ഹാസ് ലോക്ക്ഡ്, C ഹാഡ് ലോക്ക്ഡ്, D ലോക്സ്. ലുക്കല്ല, ഇത് ലോക്കാണ്. ഇനി എഴുതുന്നവർ ശ്രദ്ധിക്കുക. LOC എന്നാണ്, LOO അല്ല. ലുക്ഡ് അല്ല, ലോക്കയിലില്ല പോർട്ടൽ. ക്ലോസ് ചെയ്യൽ അതന്നെ ലോക്ക്ഡ്. ക്ലോസ്ഡ് എന്ന് എഴുതിയാലും മതി. ക്ലോസ്ഡ്, ഹാസ് ക്ലോസ്ഡ്, ഹാഡ് ക്ലോസ്ഡ്, അല്ലെങ്കിൽ ക്ലോസസ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ വായിക്ക്. മിസ്റ്റർ ഹരി ഡോറ് ക്ലോസ്, ഡോറ് ഡാഷ് എന്നിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ പുറത്തിറങ്ങൽ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പം ഡോറ് പുറത്തുനിന്ന് നമ്മൾ റോഡ് പുറത്ത് നിന്നിട്ട് ക്ലോസ് ചെയ്യും, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനാവില്ലല്ലോ. പുറത്തുനിന്ന് ക്ലോസ് ചെയ്യും, എന്നിട്ട് പുറത്തുനിന്ന് പോകും, പുറത്തേക്ക് പോകും. അപ്പോൾ പുറത്ത് പോയി എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പോൾ ഇതിലേതാദ്യം നടന്നത്? ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷമല്ലേ പുറത്ത് പോലെ. ഇപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തു എന്നുള്ളത് ഫസ്റ്റ് ആക്ഷനാണ്. ഫസ്റ്റ് ആക്ഷൻ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. അപ്പോൾ A അല്ല, B അല്ല, C അല്ലേ ഹാഡും V3. ഇനി B ആണെന്ന് തിരിച്ചരിക്കല, ഹാസ് അല്ല, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ വേണ്ട പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഹാഡ് ലോക്ക്ഡ്, ഈ C എന്നുള്ള ആൻസർ കറുപ്പിക്കുക. അപ്പോൾ 2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. ഇത് പണ്ട് 8th 9th സ്കൂളിൽ പഠിച്ചേരം സ്കൂളിൽ ഹാഫ് ഇയർലിക്കും ക്വാർട്ടർലിക്കും ഒക്കെ കാക്കൊല്ല പരീക്ഷയ്ക്കും അരക്കൊല്ല പരീക്ഷയ്ക്കും ഒക്കെ ചോദിച്ചൊരു ചോദ്യം. സ്കൂളിലെ ഒരു പാഠത്തിൽ, ഇംഗ്ലീഷിൻ്റെ ഒരു പാഠത്തിൻ്റെ എക്സസൈസിൽ ഉണ്ടായൊരു ചോദ്യം അത് ഇതാ. ദ ട്രെയിൻ ഡാഷ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ക്ലാസ്സിലിങ്ങനത്തെ നമുക്കൊരു 10-12 ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഈ 3 കൊണ്ട് ഈ ഓൺലൈൻ ആകുമ്പോൾ ഇത്രയും നടക്കുമല്ലോ. ദ ട്രെയിൻ ഡാഷ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഒന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെ പഴയ നിങ്ങൾ അബദ്ധത്തിൽ വായിക്കുന്ന പോലെ വായിക്കല്ല. ദ ട്രെയിൻ കഴിഞ്ഞിട്ട് വിട്ട ഭാഗം.
പിന്നെ ഒരു ബിഫോർ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം. അപ്പോൾ ഈ ബിഫോർ എന്നുള്ള വാക്ക് മുമ്പേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിവിടെ ശരിക്കും ഒരു ഘടകം, ഒരു കഞ്ചങ്ഷൻ്റെ സേവനം ചെയ്യുകയെന്ന്. അതിൻ്റെ മുമ്പിലൊരു ഭാഗം എന്താ ഇത്, അതിന് ശേഷമുള്ള ഭാഗം അത്. മുമ്പിലുള്ള ഭാഗത്ത് ദ ട്രെയിൻ എന്ന സബ്ജക്റ്റും പിന്നെ വിട്ടഭാഗവും. ട്രെയിനാണ് പ്രവൃത്തി ചെയ്യുന്നത്, അത് വിട്ടഭാഗം. ദ ട്രെയിൻ കഴിഞ്ഞിട്ട് വിട്ടഭാഗം, ട്രെയിൻ എന്ന സബ്ജക്റ്റിന് ശേഷം വിട്ടഭാഗം. രണ്ടാം ഭാഗത്ത് ഐ എന്ന സബ്ജക്റ്റിന് ശേഷം അവരൊരു വർബ് തന്നിന്, റീച്ച്ഡ്, എത്തുക എന്നുള്ള അർത്ഥമുള്ള റീച്ചിൻ്റെ V2 ഫോമാണ് തന്നിന്, പാസ്റ്റ് ഫോം. അപ്പോൾ സെക്കൻഡ് പാർട്ട് സബ്ജക്റ്റിൻ്റെ കൂടെ പാസ്റ്റ് വർബ് തന്നു എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഒരു ഭാഗത്ത് തന്നിട്ട് അതിൻ്റെ ജോഡിയാണ് ചോദിച്ചത്. സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് സാധാരണഗതിയിൽ. വാസോ വേറോ ചേർത്തിട്ട് ING വർബുള്ളതാണ് വരേണ്ടത്. പക്ഷെ ആദ്യം നടന്ന പ്രവൃത്തിയായിട്ടുള്ള പരാമർശം ആ ഭാഗത്തിനുണ്ടെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് എടുത്തു മാറ്റി പാസ്റ്റ് പെർഫെക്റ്റ് എഴുതണം, ഹാഡ് പ്ലസ് V3 എഴുതണം. അപ്പോൾ ട്രെയിൻ ഡാഷായി ഞാൻ സ്റ്റേഷനിൽ എത്തിയതിന് മുമ്പേ. ഓപ്ഷൻ കണ്ടോ? A ലെഫ്റ്റ്, B ഹാസ് ലെഫ്റ്റ്, D ലീവ്സ്, C ലീവ്സ്, D ഹാഡ് ലെഫ്റ്റ്. പറ, ലെഫ്റ്റ് പറഞ്ഞാൽ പോയി. അപ്പോൾ ട്രെയിൻ ഞാൻ എത്തിയതിന് മുമ്പേ പോയി. അപ്പോൾ ട്രെയിൻ പോയി, ഞാൻ എത്തിയതിന് മുമ്പേ. അപ്പോൾ പോയി എന്നത് ആദ്യം ചെയ്ത ആക്ഷൻ ഭൂതകാലത്തിൽ. കാരണം ഇത് സിമ്പിൾ പാസ്റ്റിൻ്റെ ജോഡിയാണ് ചോദിച്ചത്. സംശയമില്ലടോ, ഹാഡ് ചേർത്തിട്ട് V3 ഉള്ള ഉത്തരം നോക്ക്. ഏടാ, ഈ D ആണ്. ഹാഡ് ലെഫ്റ്റ് എഴുതിയവർ ജയിച്ചു. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി ഇടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യും.